സുധാകര, ആ വെൽഫെയർ ഓഫീസറെ ഒന്ന് കണക്ട് ചെയ്ത് തരൂ. ഹലോ അശ്വതി, ഒന്നിങ്ങോട്ട് വരാമോ? വരാം സാർ. സാർ, ഒരു സങ്കടം പറയാനാ വന്നത്. പറഞ്ഞോളൂ. ആ ബോയിലറിൽ സിദ്ദിഖ് എന്നെ കഴുത്തി പിടിച്ച് തള്ളി സാർ. പലരുടെയും മുമ്പിൽ വെച്ചാണ് അയാൾ. മിസ്റ്റർ, നിങ്ങൾക്ക് നാണമില്ലേ എലിമെന്ററി സ്കൂൾ കുട്ടികളെ പോലെ ഇങ്ങനെ കംപ്ലൈന്റ് പറയാൻ? ഇത് തീരെ സഹിക്കാൻ മേലഞ്ഞാണ് സാർ. ഇങ്ങനെ ജോലി ചെയ്യാൻ ഒക്കില്ല. എങ്കിൽ അതാ നല്ലത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ മേലിൽ ഇത്തരം കംപ്ലൈന്റ്സും പറഞ്ഞിങ്ങോട്ട് വന്നു പോരുത്. പോയിക്കോളൂ. അശ്വതി, ഇത് ദേവൻ, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർ ക്യാപ്റ്റൻ രാമകൃഷ്ണന്റെ മകൻ. എനിക്കറിയാം സാർ, കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. മിസ്റ്റർ കൃഷ്ണകുമാർ ക്യാബിനിലുണ്ടോ? ഉണ്ട് സാർ. ടൗണിൽ നിന്നാണോ ഹാജിയാർ സംസാരിക്കുന്നത്? ഓഹോ, അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മകനോട് സംസാരിച്ചില്ലേ? അടുത്തുണ്ട്, കൊടുക്കാം. യെസ്, മഹേഷാണ്. കാര്യം നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. അതെ, ഫോണിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ കാലത്ത് വീട്ടിലേക്ക് വരൂ. വരൂ. സാർ, ക്യാപ്റ്റൻ ആർക്കയുടെ മകൻ. ഓ, നിങ്ങൾ പറഞ്ഞയാൾ. സാർ, ഇയാളുടെ അക്കോമഡേഷന്റെ കാര്യത്തിൽ അശ്വതി ഉണ്ടല്ലോ കൂടെ. ഒഴിവുണ്ടെങ്കിൽ അലോട്ട് ചെയ്തോളൂ. ജി ടൈപ്പ് ഒന്ന് വേക്കൻ ഉണ്ട് സാർ, പക്ഷേ അത് യൂണിയൻകാരുടെ തർക്കം കാരണം പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാ കൊടുക്കണ്ട, കുഴപ്പമാവും. അതിന് ഏക്കത് യൂണിയൻ ഫ്രഷ് ഹാൻഡ് അല്ലേ? നാളെ തുടങ്ങുമല്ലോ കൊടിപിടുത്തവും മുദ്രാവാക്യവും. ഇല്ലടോ, താൻ ഏത് പാർട്ടിയാ? എനിക്കൊരു പാർട്ടിയില്ല. അശ്വതി, കൊടുത്തേക്കൂ. നാളെ അല്ലേ ജോയിൻ ചെയ്യുന്നുള്ളൂ? അതെ. രാവിലെ വീട്ടിൽ വരും. സാബ് ബോംബെയിലാണ്. കൃഷ്ണകുമാർ സാറിനാണ് ചാർജ്. എന്നാലും കൺട്രോൾ മുഴുവൻ മകനാ മഹേഷ്. മസ്തൂർ കോളനി ഇവിടെ അടുത്താ. അറിയാം. സെക്യൂരിറ്റി ഞാൻ വിളിച്ച് പറയാം. ശരി. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്.